ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. നല്ല സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടകൾ എടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ചോ സ്ട്രോബെറിയോ ഇല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഏതാണെന്ന് വെച്ചാൽ അത് ഒരു ഫ്രൂട്ട് എസൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി ഇഷ്ടമാണെങ്കിൽ 1 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ഒഴിക്കുന്നുള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇത് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ, ബട്ടർ ചേർക്കുന്നതിനെക്കാട്ടിലും. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. അതായത് ഇത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. ഇത് നിങ്ങൾക്ക് ഈ സ്പാറ്റിലയോ ഒരു സ്പൂണോ വെച്ചിട്ട് തന്നെ കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടില്ലേ? ഇവിടെ ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ കേക്കിന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒന്ന് 2-3 തവണ ടാപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇതിൻ്റെ ആ ഒരു ബബിൾസ് ഒക്കെ പോകാനായിട്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 to 40 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ ഒരു 35 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഒരു 10 മിനിറ്റ് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു വയറാക്കിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യുക കേട്ടോ. ഇപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി ഇത് തണുക്കട്ടെ. കേക്ക് തണുക്കുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് വാട്ടർമെലൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കിവി ഫ്രൂട്ട്, പിന്നെ ഒരു ചെറിയ ആപ്പിള് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ബ്ലൂബെറീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും. ഈ ഫ്രൂട്ട്സിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് നമുക്ക് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഫ്രൂട്ട്സിന് കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ബോയിലായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഫ്രഷ് പൈനാപ്പിൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. എനിക്ക് പൈനാപ്പിൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ജാം ചേർക്കുന്നത്, ആ ഒരു ഫ്ലേവർ വരാനായിട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ ഈ കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 2 ലെയർ ആക്കിയിട്ടുണ്ട്. ആ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് കുറച്ച് സിമ്പിൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മറ്റേ ലെയറിൻ്റെ അകത്തെ വശത്തേക്കും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ട്
ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ആ ഒരു ഫസ്റ്റ് ലെയറിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഈ കേക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ആ ഫില്ലിങ് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊരു ബാസ്ക്കറ്റ് ബീവ് കേക്കിൻ്റെ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് സ്മൂത്തായിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം ഒന്നും വെക്കണമെന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായത് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. കേക്ക് ഫ്രിഡ്ജിൽ ഇരുന്ന് തണുക്കുന്ന സമയത്തിന് ഞാൻ ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് വാട്ടർമെലനിൽ നിന്ന് കുറച്ച് ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. കുക്കി കട്ടർ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ കേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിർബന്ധമൊന്നുമില്ല, ഇത് ഓപ്ഷണലാണ്. പക്ഷെ നമ്മൾ ആ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഷേപ്സ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ബാസ്ക്കറ്റ് വീവ് ഡിസൈൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. നമ്മൾ ആ ബാസ്ക്കറ്റ് വീവിൻ്റെ നോസിൽ ഐസിങ് ബാഗിൽ വെച്ച് ഐസിങ് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ആദ്യം. അതിനുശേഷം അതിന് ക്രോസ് ആയിട്ട് ഇതേപോലെ ചെറിയ 3-4 വരകൾ ഇട്ട് കൊടുക്കുക ഇതേപോലെ. ഇനി അതിനുശേഷം ആ ക്രോസ് ആയിട്ട് ആ എൻഡ് ചെയ്തില്ലേ ആ ടിപ്പിലേക്ക് നമ്മൾ പിന്നെയും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പില്ലേ, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് പോലെ ആ ടിപ്പ് അതിലേക്ക് മുട്ടിച്ചിട്ട് തന്നെ പിന്നെ ഒരു ക്രോസ് ലൈൻ വരച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ ആ ഫില്ലിങ് ഫുള്ള് ഫില്ല് ചെയ്യുന്ന മാതിരി വെച്ചിട്ട് ക്രോസ് ലൈൻ വരച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി ഞാൻ അത് ഈ ഒരു ഡിസൈൻ തന്നെ കേക്കിൽ വരച്ചു കൊടുക്കുകയാണ്. നല്ല ഈസിയാണ് ബാസ്ക്കറ്റ് വീവ് ഡിസൈൻ, നല്ല ഭംഗിയായിരിക്കും കേക്ക് കാണാനായിട്ട്. ഞാനിപ്പം വൈറ്റ് കളർ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഇപ്പം ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഒരു കളറ്, പിന്നെ ക്രോസ് ലൈൻ ഉള്ളത് വേറൊരു കളറ്, അങ്ങനെ ഡബിൾ കളർ വെച്ച് വേണമെങ്കിലും ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പം വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആ കേക്കിൻ്റെ ചുറ്റും ഇതേപോലെ ആ ഒരു ഡിസൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലേ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. വൈറ്റ് കളർ തന്നെയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകൾ വശത്ത് ഒരു ബോർഡർ പോലെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്ത ആ ഒരു രീതി കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് പോംഗ്രാനൈറ്റ് സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ കേക്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ആ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് പോലെയുള്ള ഇടത്തെല്ലാം. അപ്പോൾ ആ റെഡും വൈറ്റും കോമ്പിനേഷൻ കണ്ടില്ലേ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ ആ വാട്ടർമെലനും ഓറഞ്ചും കിവിയും ഒക്കെ വെച്ചിട്ട് അത് ഹാർട്ട് ഷേപ്പും ഫ്ലവർ ഷേപ്പും ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.